അമേരിക്കക്കെതിരെ വിപുലമായിരിക്കുന്ന ഒരു സഖ്യം രൂപീകരിക്കൽ അത്യാവശ്യമാണെന്ന് മുൻപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതാണ്. ഏറെക്കുറെ അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് ഇറാന്റെ ഒരു സംഘം അടുത്ത ആഴ്ച കൊറിയ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ച വിവരം ഇപ്പോൾ പുറത്തു വന്നത്. കിം ജോൺ ഉന്നുമായി നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് സംഘത്തെ അയക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു വിവരമാണ് ഇറാനിൽ നിന്നും ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പറയുന്ന കാര്യം തൊട്ടടുത്ത ദിവസം തന്നെ തങ്ങളുടെ സൗഹൃദ രാജ്യമായിരിക്കുന്ന കൊറിയ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അവിടെ സന്ദർശിച്ചതിന് ശേഷം ചില നയപരമായിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. അതേപോലെ തന്നെ നയതന്ത്ര തലത്തിൽ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതൊക്കെ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക എന്നുള്ളതും ഏതൊക്കെ തീരുമാനമാണ് എടുക്കുക എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരവും ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ യുദ്ധത്തോടനുബന്ധിച്ച് പല രാജ്യങ്ങളും മറ്റുള്ള പല രാഷ്ട്രങ്ങളും സന്ദർശിക്കുകയും ഭരണാധികാരികളുമായിട്ടൊക്കെ നേരിട്ട് ചർച്ച നടത്തുകയും ചെയ്യുന്ന സംവിധാനമുണ്ട്. പക്ഷേ അതിൻ്റെ രഹസ്യങ്ങളൊന്നും പുറത്തിറങ്ങാറില്ല, പുറത്ത് പറയാറുമില്ല. പല മീഡിയക്കാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് രാഷ്ട്ര തലമാരൊക്കെ പിന്തുടരാനുള്ളത്. ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഗൾഫ് രാജ്യം സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് തുടർച്ചയായ രീതിയിൽ തന്നെ സമാനമായ തരത്തിലാണ് ഇറാൻ ഗൾഫ് രാജ്യം സന്ദർശിക്കുന്നത്. സൗദി അറേബ്യയും ഖത്തറും സന്ദർശിച്ചു. UAE സന്ദർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തീരുമാനമാവുകയും ചെയ്തു. അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ റഷ്യയും ചൈനയും ഇറാനും അടക്കമുള്ള ഒരു ത്രിവർണ്ണ സംഘം യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിൽ തന്നെയാണ് കൊറിയ ഇവരുടെ സംഘത്തിൽ ചേർന്നിട്ടുണ്ട്. ആ സംഘത്തോടനുബന്ധിച്ചിട്ട് പല സഹായങ്ങളും കൊറിയ റഷ്യക്ക് ചെയ്തിട്ടുണ്ട്. ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 15,000-ഓളം കൊറിയയുടെ സൈന്യം റഷ്യൻ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ ഉക്രൈൻ്റെ പ്രസിഡന്റ് ആരോപിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ്, റഷ്യൻ സൈന്യം മാത്രമല്ല തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത്, മറ്റു പല രാജ്യങ്ങളുണ്ട്. ഈ കൊറിയ അടക്കം കിം ജോങ് ഉന്നിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഘമുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന തരത്തിലാണ് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപാദിച്ചത്. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ഏറ്റവും തന്ത്രപ്രധാനമായിരിക്കുന്ന രാജ്യമായി ഇറാൻ മാറിയിരിക്കുന്നു. ഇറാൻ അമേരിക്കയുമായിട്ട് നേർക്കുനേരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്നും അതിന് ധൈര്യമുണ്ടെന്നും അതിൻ്റെ ആയുധങ്ങളുണ്ടെന്നും ലോകം തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു വലിയ ഭയപ്പാട് അമേരിക്കക്കും ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ അങ്ങനെ കീഴ്പ്പെടുത്തി ഭരിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അവർ ചെയ്യാറുള്ളതാണ്. അതിനുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ അറേബ്യ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന സമയങ്ങളിലെല്ലാം അവർക്കത് അതിജീവിക്കാനും വിജയിക്കാനും വേണ്ടി സാധിക്കാറുണ്ട്. അറബ് രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് റഷ്യ പോലെയുള്ള ചൈന പോലെയുള്ള രാഷ്ട്രങ്ങളുമായിട്ട് സാധാരണഗതിയിൽ അവർ നയതന്ത്ര ബന്ധമുണ്ട് എന്നല്ലാതെ അതിനപ്പുറമുള്ളൊരു സൗഹൃദ ബന്ധമൊന്നുമില്ല. അമേരിക്കയായിട്ട് അങ്ങനെയല്ല. അമേരിക്ക എല്ലാ കാലത്തും വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണോ അത്ര തന്നെ അറബ് രാജ്യങ്ങളുമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ സ്ഥിതിക്കൊക്കെ മാറ്റങ്ങൾ വന്നു. കാര്യം എന്ന് പറയുന്നത് പല സഹായങ്ങളും ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിലൊക്കെ പല വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് ചൈനയും റഷ്യയും അവരുടെ സംവിധാനത്തെ ഇങ്ങോട്ട് പറഞ്ഞയക്കുകയും അത് അവർ സ്വീകരിക്കുകയും അതിനനുസരിച്ച് ഇവരുടെ ഭാഗത്ത് പ്രതികരണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒമാൻ്റെ മേഖലയിൽ ചൈനയ്ക്ക് വേണ്ടി തങ്ങൾ സൈനിക സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ സഹായം നൽകും എന്ന് ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒമാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. പിന്നീട് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ തന്നെ ചൈന എന്ന് പറയുന്ന രാജ്യം അവരുടെ സൈനിക താവളം ഒരു പ്രത്യേകമായിരിക്കുന്ന സൈനിക സംഘത്തെയും ഒമാനിലേക്ക് അയച്ചു. അവർ അവിടെ പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇപ്പോൾ ഉരുത്തിരിയുന്ന കാര്യം അമേരിക്ക ഒറ്റപ്പെടുത്തുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. എല്ലാ രാജ്യത്തിൻ്റെ അകത്തും ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുക. ഇനി വരാൻ പോകുന്ന കാലങ്ങളിലെല്ലാം തങ്ങളുടെ രാജ്യത്തും അത് ഉണ്ടാക്കില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് അമേരിക്കയെ പ്രതിരോധിക്കുക. അവർ ഏതൊക്കെ മേഖലയിൽ സജീവമാണോ ആ മേഖലയിൽ അവരെ തിരിച്ചടി നൽകിക്കൊണ്ടേ ഇരുന്നാൽ അമേരിക്ക പദം വന്നിട്ട് പിന്മാറും. അത് വർത്തമാന സാഹചര്യത്തിൽ അത് കാണിച്ചു കൊടുത്തത് യമനാണ്. യമൻ്റെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായിരിക്കുന്ന തിരിച്ചടി അമേരിക്കക്ക് നൽകിക്കൊണ്ടേയിരുന്നു. അതിനോടനുബന്ധിച്ച് അവരെന്ത് ചെയ്തു, ചെങ്കടലിൽ നിന്ന് അവരുടെ കപ്പലും പടക്കോപ്പുകളും യുദ്ധ സംവിധാനങ്ങളും അവിടെ നിന്ന് ഒഴിവാക്കി മെഡിറ്ററേനിയൻ കടലിലേക്ക് പോയി എന്ന് പറയുന്നത് തിരിച്ച് അവരുടെ ന്യൂയോർക്കിലേക്ക് തന്നെ പോയിട്ടുണ്ട് എന്നും 2 റിപ്പോർട്ട് അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇത് ഒരു തുടർച്ചയായിരുന്നു. യമനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്കെതിരെ അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് അവരുടെ സൈനികർക്ക് വലിയ രീതിയിലുള്ള ധൈര്യവും
മുന്നേറാൻ വേണ്ടിയിട്ട് പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി വലിയ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സൈനികർക്കുണ്ടാകുന്ന ആത്മധൈര്യം തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിൽ വലിയ രീതിയിൽ നിർണായകമാണ്. ആ നിർണായകമായിരിക്കുന്ന നീക്കം അല്ലെങ്കിൽ ആ നിർണായകമായിരിക്കുന്ന ആ സംവിധാനം ഉണ്ടായത് അമേരിക്കയുമായിട്ടുള്ള യുദ്ധത്തിൽ യമന് വിജയിക്കാൻ വേണ്ടി സാധിച്ചു. വിജയം എന്ന് പറയുന്നത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അമേരിക്ക മുന്നോട്ട് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധം അവസാനിച്ചു എന്നുള്ളതുമാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ ഘോര യുദ്ധം തന്നെയാണ് നടന്നത്. അതിൻ്റെ ഓരോരോ വിഷയങ്ങൾ, രഹസ്യമായിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ടാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആകാശ ചിത്രങ്ങളെല്ലാം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്കുകൾ തന്നെയാണ്. ഇസ്രായേൽ തലസ്ഥാനമായിരിക്കുന്ന തെലവീവിനോട് ചേർന്നുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായത് എന്നുള്ളത് കൃത്യമായിട്ടുണ്ട്. ഒരുപാട് കാലമൊക്കെ ഇസ്രായേൽ അത് രഹസ്യമാക്കി വെച്ചിരുന്നു. പക്ഷേ ആ രഹസ്യങ്ങളൊക്കെ പൊളിഞ്ഞിപ്പോൾ പുറത്ത് വന്നിരിക്കുന്നു. വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കേണ്ട സ്ഥിതിയിലേക്ക് ഇസ്രായേൽ എത്തുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തരായിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. എല്ലാവിധ ഭൗതിക സംവിധാനങ്ങളും ആയുധമായിട്ടും സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും തന്ത്രപരമായിട്ടും ശാസ്ത്രീയമായിട്ടും ഒക്കെ വലിയ മുന്നേറ്റമുള്ള ആ രാജ്യത്തിനോട് കിടപിടിക്കാൻ മാത്രം അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ മാത്രം ഇറാന് ബലമുണ്ട് എന്ന് അവർ തെളിയിച്ചു. ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും അമേരിക്ക നൽകിക്കൊണ്ടാണ് ഇസ്രായേലും ഈ ഇറാനും തമ്മിൽ 12 ദിവസം നീണ്ടുന്ന യുദ്ധം നടക്കുന്നത്. അവസാനത്തെ 8 ദിവസം എന്ന് പറയുന്നത് മാരകമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇസ്രായേലിന് നേരെ ഉണ്ടായത് എന്ന് ഇപ്പോൾ അവർ തന്നെ സമ്മതിച്ചു. ആദ്യാദ്യ ദിവസങ്ങൾ അത്രയൊന്നും ശക്തിയില്ലെങ്കിൽ പോലും 8-ാം തീയതിക്ക് ശേഷം 8-ാം തീയതിക്ക് ശേഷമുള്ള 15-ാം തീയതി വരെ ആ നീണ്ടിരിക്കുന്ന അവസാന ഘട്ടത്തിലുള്ള യുദ്ധം എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. 25-ാം തീയതി പറയുന്ന സമയത്ത് 20-ാം തീയതി മുതൽ 4 ദിവസം പറഞ്ഞു, 21 മുതൽ 4 ദിവസം ആ ദിവസത്തുള്ള അവരുടെ അക്രമത്തോടു കൂടിയാണ് ഒരിക്കലും കീഴടങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഇറാനെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് ഇസ്രായേലിന് മനസ്സിലായതിന് ശേഷമാണ് ഇസ്രായേൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അടിയന്തരമായി തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞു. അതോടനുബന്ധിച്ച് അമേരിക്കക്കും തിരിച്ചടി കിട്ടി. ഇതിനെല്ലാം കൂടി ഇപ്പോൾ ക്രോഡീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കക്കെതിരെ അവസര സൗകര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് റഷ്യ തയ്യാറാണ്. റഷ്യ ആ വിഷയം പറയുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ ഒരുപാട് വിഷയങ്ങൾ, തങ്ങളുടെ രാജ്യത്തുണ്ടാക്കുന്ന ആഭ്യന്തര വിഷയത്തിൽ പോലും, അതായത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിൽ പോലും വലിയ പങ്ക് വഹിച്ച രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അൽഖ്വയ്ദയുമായിട്ട് ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ കാലഘട്ടത്തിലൊക്കെ തങ്ങളുടെ രാജ്യത്തിനകത്ത് ആഭ്യന്തരവും സ്ഫോടനവും ദുരന്തവും വിഷയങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് നേതൃത്വം നൽകിയ രാജ്യം അമേരിക്കയാണ്. അതുകൊണ്ട് അവരുമായിട്ടുള്ള ഒരു സ്വരച്ചേർച്ച ഒരിക്കലും ഉണ്ടാവില്ല. തങ്ങൾ കാണുന്നു, പറയുന്നു, സംസാരിക്കുന്നു, നയതന്ത്ര ബന്ധമുണ്ട് എന്നതിനപ്പുറം തങ്ങൾ കൃത്യവും വ്യക്തമായ രീതിയിൽ അമേരിക്കയുടെ ശത്രു രാജ്യം തന്നെയാണ്. ഇതേ അഭിപ്രായം തന്നെയാണ് ചൈനക്കും പറയാനുള്ളത്. ചൈനയുടെ പല വിഷയങ്ങളിലും അമേരിക്ക ഇടപെടാറുണ്ട്. ആ വിഷയത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് വിഷയങ്ങൾ വഷളാക്കാറുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അവർ ചൈനയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചൈന എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം, ചൈനയെ സംബന്ധിച്ചിടത്തോളം തീരുമാനമായി വടക്കൻ കൊറിയ തെക്കൻ കൊറിയ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും രാജ്യം പിളർന്നതോടനുബന്ധിച്ചുള്ള വിഷയമുള്ള ഉണ്ടായ സമയത്ത് ഒരു ഭാഗം അമേരിക്കയോടൊപ്പം ചേർന്നു, ഒരു ഭാഗം റഷ്യയോടൊപ്പം ചേരുകയോ അതല്ലെങ്കിൽ റഷ്യയുടെ അനുഭാവമായ രീതിയിൽ നിൽക്കുകയും ചെയ്തു. അതാണ് കിം ജോങ് ഉന്നിൻ്റെ രാജ്യം എന്ന് പറയുന്നത്, വടക്കൻ കൊറിയ. അപ്പോൾ ഈ കൊറിയ റഷ്യയുമായിട്ട് എല്ലാ കാലത്തും സഹകരിക്കുകയും അതോടനുബന്ധിച്ച് തന്നെ ചൈനയുമായിട്ട് സഹകരിക്കാനും തയ്യാറായി. ഇപ്പോൾ പിന്നെ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ വഴി വലിയ ബന്ധങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ഇറാൻ വളരെ നിർണായകമായിരിക്കുന്ന രാജ്യമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ലോക ചരിത്രത്തിൽ ഇതുവരെ നേരിട്ട് ആരും ആക്രമിച്ചിട്ടില്ല. അത് യൂറോപ്യൻ രാജ്യമാണെങ്കിൽ, അറബ് രാജ്യങ്ങൾ, മറ്റൊരു രാജ്യമാണെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ സമയവും കാര്യങ്ങളും പറഞ്ഞ് ആക്രമിച്ചിട്ടില്ല. വല്ലപ്പോഴും ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമണം കുവൈത്ത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സദ്ദാം ഹുസൈൻ മിസൈൽ പായിച്ചത് മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നാശങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടായിട്ടുള്ള കാര്യം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല, അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രീതിയിൽ യുദ്ധമുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ച ശത്രു രാജ്യത്തെ ഇല്ലാതാക്കുന്ന പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും അതിലവർ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ലോകം ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം, ഇപ്പോൾ ഇതുവരെ അമേരിക്ക പറഞ്ഞ പോലെ അല്ല, അമേരിക്ക ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് വിജയിക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ വളരെ അപൂർവമാണ്. അവരെപ്പോഴും സംഘം ചേർന്നുകൊണ്ടാണ് യുദ്ധം ചെയ്യാറുള്ളത്. അപ്പോൾ കുവൈറ്റ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് നേതൃത്വം നൽകിയത് അമേരിക്കയാണെങ്കിൽ അതിന് പിന്നാമ്പുറം 32ഓളം രാജ്യങ്ങളുടെ ഒരു സഖ്യമായിരുന്നു. ആ സഖ്യത്തിന് നേതൃത്വം നൽകുകയാണ് അമേരിക്ക ചെയ്തത്. അങ്ങനെയാണ് ആ യുദ്ധത്തിൽ വിജയിക്കുന്ന 5000ഓളം സൈനികർ നഷ്ടപ്പെട്ടു എന്ന് അമേരിക്ക പോലും പറഞ്ഞ യുദ്ധമാണ്. ഭീമമായിരിക്കുന്ന സാമ്പത്തിക നഷ്ടവും സൈനിക നഷ്ടവും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇറാഖിൽ ഉണ്ടായിട്ടുണ്ട്.
അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതികൾ. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഇപ്പോൾ ഇറാൻ കൊറിയയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. ഈ സഖ്യ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ഒരു ഇടവേളയാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല, താൽക്കാലികമായിരിക്കുന്ന ഒരു ഇടവേളയാണ്. ഈ ഇടവേള കഴിഞ്ഞാൽ മാരകമായിരിക്കുന്ന ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അങ്ങനെയെങ്കിൽ ഇസ്രായേലിൻ്റെ കൂമ്പൊടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇറാൻ ഇപ്പോൾ ആയുധങ്ങളൊക്കെ ശേഖരിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലൊരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സംഘം ചേർന്നുകൊണ്ട് പ്രതിരോധിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഉദ്ദേശം എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.